അർജന്റീന 3 ഗോളുകളോടെ സെമി ഫൈനലിലേക്ക് ജയിച്ച് കയറിയിരിക്കുകയാണ്. അപ്പോൾ മന്ത്രി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ കളിയിൽ അർജന്റീന ആരാധകർ ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു അത്തരത്തിലുള്ളൊരു കാര്യമാണ്. അതായത് മാച്ച് ഫിക്സിംഗ് ഉണ്ട്, ഈ റെഫറി ടീമിനെ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഫിഫ സപ്പോർട്ട് ചെയ്തു. ശരിക്കും അവർക്കുള്ള ഒരു മറുപടി അല്ലേ ഇന്നത്തെ കളി? അല്ല, ആ സമയത്ത് ഞാൻ ആ ആക്രമണം നേരിടേണ്ടി വന്നില്ല. കാരണം ഞാൻ ടീമിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായിരുന്നു. പക്ഷേ അർജന്റീന ഇന്നത്തെ കളിയിൽ ജയസാധ്യത കൽപ്പിക്കാവുന്ന ടീം തന്നെയല്ലേ, ഏറ്റവും നന്നായിട്ട് കളിച്ച ടീമുകളിലൊന്ന് തന്നെയാണ്. പക്ഷേ സ്വിറ്റ്സർലൻഡിനെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കളിയിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു പ്രകടനം അവരുടെ ഭാഗത്ത് നിന്ന് വന്നു. നമ്മളൊക്കെ ഏകപക്ഷീയമായി അർജന്റീന ജയിക്കുമെന്ന് കണക്കാക്കുന്ന ഒരു കളിയിൽ സ്വിറ്റ്സർലൻഡ് നടത്തി ആവശ്യിച്ചൊരു പ്രകടനം. പ്രധാനപ്പെട്ട ബ്രീലിനെ പോലെ ഒരു കളിക്കാരൻ പുറത്തു പോയ സമയത്ത് പോലും 10 പേരെ വെച്ച് അവർ ആ ഗോൾ വലയം കാത്തു നിന്നതിനെ നമുക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. വളരെ മനോഹരമായി തന്നെ കളിച്ചു. അവിടെ ഗോൾ വലയം കാക്കുക മാത്രമല്ല, പ്രതിരോധം നടത്തുക മാത്രമല്ല, ഇടയ്ക്ക് വന്ന് വല്ലാത്ത രീതിയിലൊരു അറ്റാക്കിംഗ് നടത്തുന്നുണ്ട്. ഭയങ്കര കോൺഫിഡൻസ് ആണ് സ്വിറ്റ്സർലൻഡിൻ്റെ കളിക്കാർ കാഴ്ചവെച്ചത്. അങ്ങനെ ഒരു ടീമും ഒന്ന് ദുർബലപ്പെട്ടു പോകുന്ന, മാനസികമായി ദുർബലപ്പെട്ടു പോകുന്നൊരു സമയമാണ്. പക്ഷേ ആ സമയത്ത് പോലും അവർ വളരെ ശക്തമായി തന്നെ കളിച്ചു. അർജന്റീനയ്ക്ക് അവസാന 90-ാം മിനിറ്റിൽ കഴിഞ്ഞ് 30-ാമത്തെ മിനിറ്റിലാണ് ഒരു ആധികാരികമായി, അവസാന സമയത്താണ് ആധികാരികമായി ഒന്ന് മുന്നേറാൻ വേണ്ടി സാധിച്ചത്. പലപ്പോഴും പന്ത് കൂടുതൽ സമയം കണ്ടത് സ്വിറ്റ്സർലൻഡിൻ്റെ കാലിൽ തന്നെയാണ്. പക്ഷെ എന്നാൽ കൂടിയും പിന്നെ അർജന്റീന വിജയിക്കുമ്പോൾ സന്തോഷമാണല്ലോ. ഇവിടെ വന്ന് ടീമൊക്കെ വെളിപ്പെടുത്തിയിട്ട് ഇന്ന് തന്നെ പരാജയപ്പെട്ടു പോയാൽ, ഇന്ന് പരാജയപ്പെട്ടിരുന്നെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു മോശമുണ്ടല്ലോ, നമുക്കൊരു ആഘാതം. അതൊരു ആഘാതം ഉണ്ടാക്കും, നമുക്ക് ഒരു ക്ഷീണമാണ്. ഞാൻ പൊതുവെ നല്ല സമയമാണെന്ന് പറയുന്നത്. ഇന്ന് ടീം പ്രഖ്യാപിച്ചിട്ട് മോശപ്പെടാൻ പറ്റില്ലല്ലോ. അതെ. അപ്പം പിന്നെ അത് മോശമാകാൻ പാടില്ല. മെസ്സി ഗോളടിക്കത്തിൽ വിഷമമുണ്ട്. അങ്ങനെയല്ല, ടീം ജയിക്കുക എന്നുള്ളതാണല്ലോ. മെസ്സിക്ക് തന്നെ ഫുട്ബോളിന് പ്രത്യേകത തന്നെയല്ലേ. മെസ്സി തന്നെ എല്ലായ്പ്പോഴും ഗോളടിക്കാൻ വേണ്ടി കഴിയും. അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ, ആദ്യ അവസരങ്ങൾ ഉണ്ടാക്കിയാലൊക്കെ മെസ്സി ഉണ്ടല്ലോ. ഇപ്പോൾ ടീം വർക്കാണ് അത്. ഇൻഡിവിജ്വലി പലപ്പോഴും മെസ്സിയാണ് സ്കോർ ചെയ്യാറുള്ളത്. അവസരങ്ങളും കൃത്യമായി തന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരാളെന്ന്, ഫോർവേഡ് കളിക്കുന്ന ഒരു പ്ലെയർ എന്ന നിലയിലേക്ക് അദ്ദേഹത്തിന് വളരെ കൃത്യമായി ഫിനിഷ് ചെയ്യാൻ സാധിക്കും. നല്ല ടീം പ്ലേ നടത്തി. മറ്റേത് മെസ്സി മാത്രം ഫോക്കസ് ചെയ്യാണ് അർജന്റീന ടീം നിൽക്കുന്നതെന്ന് പറയുന്നത്. കളിക്കാൻ കഴിയുന്ന കളിക്കാരെന്ന് അടുത്ത ഘട്ടത്തിൽ ഒന്നുകിൽ ഫ്രാൻസ് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ സെമിയിൽ വരാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അല്ല, നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഇംഗ്ലണ്ട് നല്ല ടീം തന്നെയാണ്. അർജന്റീന സ്വാഭാവികമായിട്ടും ഇത് കണ്ടില്ലേ, സ്വിറ്റ്സർലൻഡ് നല്ല ടീമായിരുന്നു, അർജന്റീന ജയിച്ചു. ഇംഗ്ലണ്ട് നല്ല കളി കാണാം. നമുക്ക് ഫൈനൽ വരാൻ പോണത് ഫ്രാൻസും അർജന്റീനയും തമ്മിലായിരിക്കും. അവിടെ തീപാറും, ഗംഭീരമായ തീപാറും. അവസാനം അർജന്റീന ജയിക്കും. അവസാനം അർജന്റീനയ്ക്ക് തന്നെ ആയിരിക്കും. സംശയം വേണ്ട, ഒരു വിഷയം വേണ്ട, ഉറപ്പ്. അതാണ് ഇപ്പോൾ മന്ത്രിയായാലും ടി.എൻ. പ്രതാപനായാലും ഒക്കെ പറഞ്ഞത്. ആ ഒരു വിജയം, കഴിഞ്ഞ കളിയിൽ അർജന്റീനയ്ക്ക് ഒരുപാട് ആരോപണങ്ങൾ ഇത്തരത്തിൽ എതിരേറ്റേണ്ടി വന്നു. പക്ഷേ ഈ ഒരു കളി അതിനൊക്കെയുള്ള മറുപടിയാണ്. ആ കളിയിൽ കൃത്യമായി തന്നെ കളിച്ച് വിജയിക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചു. അങ്ങനെ സെമി ഫൈനലിലേക്ക് അർജന്റീന കടന്നു. അതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയായിരുന്നു മന്ത്രി ഒ.ജി. ജനീഷും ഒപ്പം ടി.എൻ. പ്രതാപനും ഒപ്പം ഈ സ്റ്റേഡിയത്തിൽ ഒത്തുകൂടിയ ആരാധകരും. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ.